ഈ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിലെ സിയാറ്റിൽ എന്ന പേരുള്ള സ്ഥലത്താണ്. സമയം രാവിലെയാണ്. ആദ്യം തന്നെ നായകനെയാണ് കാണിക്കുന്നത്. നായകന്റെ പേര് വിൽ, നായികയുടെ പേര് സാം. ഇവര് കപ്പിൾസ് ആണ്, കല്യാണം കഴിച്ചിട്ടില്ല, എങ്കിലും അതിനു മുമ്പ് പ്രഗ്നന്റ് ആയി. ഇന്നിപ്പോ ചെക്കപ്പിന് വേണ്ടി അവർ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. കുട്ടിയുടെ ജെൻഡർ എന്താണ് എന്ന കാര്യം ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആൺകുട്ടിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഏതായാലും ഇപ്പൊ കുട്ടിയൊക്കെ ആവാനായില്ലേ, അതുകൊണ്ട് കല്യാണം കഴിക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ റിലേഷൻ ഇവളുടെ അച്ഛൻ അറിയാം. എന്നാൽ പുള്ളിക്ക് അതിലത്ര വലിയ താല്പര്യമില്ല. കാരണം ഈ വില്ലിന് ശരിക്കൊരു ജോലി ഒന്നും റെഡി ആയിട്ടില്ല. അവനൊരു വക്കീലാണ്, പക്ഷെ പ്രാക്ടീസ് ഒന്നും അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടില്ല. അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ ഉടക്കി നിൽക്കുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഈ ഒരു കാര്യം നീ ചെന്നിട്ട് വീട്ടിൽ പറയാനാണ് സാം ഇപ്പം അവൻ്റെ അടുത്ത് പറയുന്നത്. അതിനെ തുറന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി അവനൊരു ടാക്സിയിൽ കയറി. ഈ സാമിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ചിക്കാഗോയിലാണ്. അതായത് ഈ സിയാറ്റിൽ നിന്നും 2000 മൈൽ ദൂരം ഉണ്ട് അങ്ങോട്ട്. ഇനിയിപ്പോ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വേണം അവൻ അങ്ങോട്ട് പോകാൻ. അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ അവൻ ചിക്കാഗോയിലേക്ക് എത്തി. നേരെ അവൻ സാമിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സാമിന്റെ വീട്ടിലുള്ളത് അവളുടെ അച്ഛനായ ടോമും അമ്മയായ പോളയുമാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം അവർ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കുന്നത്. ഡിന്നർ കഴിക്കുന്ന സമയത്ത് വിൽ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പ്രഗ്നന്റ് ആണ് എന്ന കാര്യമൊന്നും ഇപ്പൊ അവൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു മുഖവര ഇടുന്നേ ഉള്ളൂ. എന്നാൽ അപ്പോഴേക്കും ടോം അവന്റെ അടുത്ത് വല്ലാതെ ചൂടാവാൻ തുടങ്ങി. അയാൾ ഒരു വിധേനയും അടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ വിൽ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വില്ലിപ്പോ താമസിക്കുന്നത് ഒരു ഹോട്ടൽ റൂമിലാണ്, എയർപോർട്ട് ഹോട്ടലാണ്. രാവിലെ തന്നെ സാം അവനെ വിളിച്ചു വീഡിയോ കോളിൽ. എന്റെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ അവള് ചോദിച്ചു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാം നിൽക്കുന്ന സ്ഥലത്ത് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അതിപ്പോ വില്ലും കേട്ടു. എന്താണ് സംഭവിച്ചത്? പക്ഷെ അവക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവൾ വല്ലാണ്ട് വെപ്രാളപ്പെടാൻ തുടങ്ങി. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് വിൽ. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും കോള് കട്ടായി. അത് കാണുന്ന വില്ലിനാണെങ്കിൽ ശരിക്കും ടെൻഷനായി. അവൻ പിന്നെ അവളെ വിളിച്ചു. എന്നാൽ കോള് കണക്ട് ആവുന്നില്ല. ഈ സമയം അവൻ അവിടുത്തെ കർട്ടൻ മാറ്റി നോക്കി. എന്നാൽ പുറത്താണെങ്കിൽ ഒരു പ്രശ്നം കാണുന്നുമില്ല. പിന്നെ അവക്കെന്താണ് സംഭവിച്ചത്? അങ്ങനെ അവൻ ഉടനെ തന്നെ എയർപോർട്ടിലേക്ക് എത്തി, സിയാറ്റിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി. എന്നാൽ അവിടേക്ക് ചെന്നപ്പം സിയാറ്റിലേക്കുള്ള മുഴുവൻ ഫ്ലൈറ്റും ക്യാൻസൽ ആവുകയാണ്. ഇതും കൂടി ആയപ്പം അവന്റെ ടെൻഷൻ കൂടി. ഈ സമയത്താണ് അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നത് കിഴക്കേ കാലിഫോർണിയയിൽ ഒരു ഭൂകമ്പം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും കമ്മ്യൂണിക്കേഷൻ കട്ടായിരിക്കുകയാണെന്നാണ്. അത്രയും പറഞ്ഞപ്പോഴേക്കും ആ ടി.വി അടിച്ചുപോയി. ഇതൊക്കെ കൂടെ ആകുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനിലാണ്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം വില്ലിനറിയാം. അതുകൊണ്ട് തന്നെ അവൻ വേഗം വെളിയിലേക്ക് ഇറങ്ങി ഒരു ടാക്സി എടുത്ത് നേരെ സാമിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വില്ലിപ്പോ സാമിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പോകാൻ വേണ്ടി റെഡിയാവാണ്. അങ്ങനെ വില്ല് കാര്യങ്ങളൊക്കെ ടോമിന്റെ അടുത്ത് പറഞ്ഞു. അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഈ സമയത്താണ് 2 ജെറ്റ് വിമാനങ്ങൾ അതിലെ പറക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. ഇയാളൊരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പൊ ജെറ്റ് വിമാനങ്ങൾ ഇത്ര ധൃതി പിടിച്ചിട്ട് അതിലെ പോകുന്ന കാണുമ്പോൾ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാളിപ്പോ വില്ലനോട് പറയുന്നത്, നീ ഇത് കണ്ടില്ലേ ജെറ്റ് വിമാനങ്ങളൊക്കെ പോകുന്നത്? മാത്രമല്ല 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് എവിടേക്കോ ഭൂകമ്പം സംഭവിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഒരു പ്രശ്നമല്ല എന്ന കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സാം ഇപ്പൊ പ്രശ്നത്തിലാണ് എന്ന് നീ പറയുകയും ചെയ്തു. അതുകൊണ്ട് സാമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ സിയാറ്റിലേക്ക് പോവാണ്, വേണമെങ്കിൽ നിനക്കും എന്റെ കൂടെ വരാം എന്നാണ് ടോം പറയുന്നത്. വില്ലാണെങ്കിൽ അത് സമ്മതിച്ചു. അങ്ങനെ വേഗം തന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ പാർക്കിങ്ങിലേക്ക് ചെന്നു. പക്ഷെ അവരുടെ ഈ യാത്രയിൽ പോളെ അവർ കൊണ്ടുപോകുന്നില്ല. അവളെ മറ്റൊരു കാറിൽ അയാളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് ഇവര് ടോമിന്റെ കാറും എടുത്തിട്ട് നേരെ സിയാറ്റിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. അങ്ങനെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2-3 ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. പിടിച്ചോറിക്കാരാണ്. അത് കാണുന്ന ടോം പറയുന്നത്, നിനക്ക് പൈസയല്ല വേണ്ടത്, പൈസ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഡിക്കി തുറന്നു. എന്നാൽ ഡിക്കിയിൽ നിന്നും അയാൾ പൈസയല്ല എടുക്കുന്നത്, തോക്കാണ്. അത് കണ്ടതും അമ്മ അവിടെ ഓടിപ്പോയി. അങ്ങനെ വേഗം തന്നെ അവർ കാറും എടുത്തിട്ട് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് വില്ലാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. കാരണം അയാൾ തോക്കെടുത്തല്ലോ. നിങ്ങൾ എന്തിനാണ് തോക്കെടുത്തത്? ഇത് ഇല്ലീഗലാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ടോം പറയുന്നത്, പിന്നെ ആ സമയത്ത് ഞാൻ തോക്കെടുക്കല്ലാതെ വേറെ എന്ത് ചെയ്യണമായിരുന്നു? അമ്മാര് നമ്മുടെ കാർ എടുത്തോണ്ട് പോയിരുന്നെങ്കിലോ? അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട എന്നാണ് ടോം പറയുന്നത്. അങ്ങനെ കുറെ കൂടെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ നല്ല ബ്ലോക്കാണ്. അവിടെ പട്ടാളക്കാരിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ടോമിന്റെ അടുത്ത് പറയുന്നത് ഇതുവഴി ആരെയും കടത്തിവിടത്തില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ ടോം കാര്യങ്ങളൊക്കെ ആ പട്ടാളക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അയാൾ ഒരു എക്സ് മിലിറ്ററിക്കാരനായിരുന്നു. ഇപ്പൊ അയാളുടെ മോൾ ഒരു പ്രശ്നത്തിലാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് കടത്തിവിടണം. അയാൾ ഹയർ പൊസിഷനിലിരുന്ന ഒരു പട്ടാളക്കാരനാണെന്ന് അറിയുമ്പോൾ അയാൾ അവരെ കടത്തിവിടുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പോയി കുറെ കൂടെ മുന്നിലെത്തി കഴിയുമ്പോഴാണ് അവർ വലിയൊരു ചരക്ക് തീവണ്ടി കാണുന്നത്. അതിന്റെ മുകളിൽ മിലിറ്ററിക്കാരുടെ സാധനങ്ങളാണ്. ഇതും കൂടെ ആകുമ്പോൾ അവർക്ക് വല്ലാത്ത ടെൻഷനായി. വലുതെന്തോ സംഭവിക്കാൻ പോവാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി. അവരുടെ വണ്ടി ഇപ്പോഴും ആ ഹൈവേയിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു പോലീസുകാരൻ അവിടെ പുറകിൽ വരുന്നത്. അത് കണ്ടതും അവർ വണ്ടി നിർത്തി. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിക്കാമെന്നും പറഞ്ഞിട്ട് വില്ല് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയം ആ കണ്ണാടിയിലൂടെ ടോം ആ പോലീസുകാരനെ നോക്കുന്നുണ്ട്. എന്നാൽ അത് പോലീസുകാരനല്ല, ഒരു ജയിൽ പുള്ളി പോലീസുകാരന്റെ വേഷം കെട്ടി വന്നതാണ് എന്ന കാര്യം ടോമിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം വില്ലിന്റെ അടുത്ത് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ കള്ളം പോലീസുകാരൻ ഒരു തോക്കെടുത്തു. എന്നാൽ ഈ സമയം ടോം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീണു. അങ്ങനെ പെട്ടെന്ന് തന്നെ വില്ലിനെ വണ്ടി കയറ്റി ടോം വണ്ടി എടുത്തു.
എന്നാൽ ഈ സമയത്താണ് ആ കള്ളനും അവരുടെ പുറകെ വരുന്നത്. പിന്നീട് കുറച്ച് സമയത്തേക്ക് ഒരു ചേസിംഗ് ആണ് കാണിക്കുന്നത്. അതിനിടയിൽ വില്ലാണെങ്കിൽ തോക്കെടുത്തിട്ട് ആ കള്ളനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വില്ലിന് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അവൻ വെടിവെക്കുന്നൊക്കെ പാഴായി പോവാണ്. അതും മനസ്സിലായ ടോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പിലായിട്ട് ഒരു കാർ കിടക്കുന്നുണ്ട്. അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ വണ്ടി ഇങ്ങോട്ട് വെട്ടിച്ചു. അതിനെ തുടർന്ന് ഇവരുടെ വണ്ടി അങ്ങോട്ട് പോയി കള്ളന്റെ വണ്ടി അവിടെ സ്റ്റക്ക് ആവുകയും ചെയ്തു. അങ്ങനെ അവർ വണ്ടി മുന്നോട്ട് ഓടിക്കുന്നത് ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ്. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ടോം ആ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി. എന്നാൽ ഈ സമയം അയാൾ നോക്കുമ്പോൾ അവരുടെ വണ്ടിക്ക് മുമ്പിലായിട്ട് 2 മാനുകൾ. അത് കണ്ടതും അയാൾ വണ്ടി വെട്ടിച്ചു. അങ്ങനെ ആ വണ്ടി നേരെ താഴേക്ക് ചെന്നിട്ട് ഒരു മരത്തിലിടിച്ച് നിൽക്കുകയാണ്. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് വില്ലിന് ബോധം വരുന്നത്. അവൻ നോക്കുമ്പോൾ ടോമിനെ കാണുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ആ പോലീസുകാരൻ കള്ളനും അങ്ങോട്ടെത്തി. എന്നാൽ അയാൾ ഇപ്പോൾ വില്ലിനെ പിടിക്കുമ്പോഴേക്കും ടോം അയാളുടെ പുറകിലൂടെ വന്നിട്ട് അയാൾ ഇടിച്ചു വീഴ്ത്താണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ അവർക്ക് അവിടെ നിന്ന് പോകണം. പക്ഷേ അവരുടെ വണ്ടി പണി കിട്ടി കിടക്കുകയാണ്. അതിനെന്തൊക്കെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോലീസ് വണ്ടി ഉണ്ടല്ലോ, അതിൽ ഈ വണ്ടി കെട്ടി വലിച്ചിട്ടാണ് അവരവിടുന്ന് യാത്ര തുടരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ നേരെ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ആ വർക്ക്ഷോപ്പിന്റെ പരിസരത്തായിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വർക്ക്ഷോപ്പിലുള്ളത് ഒരു ലേഡിയാണ്. ഇവളുടെ പേര് റിക്കി. വണ്ടി നന്നാക്കി തരാൻ പറ്റുമോ എന്ന് അവർ അവളുടെ അടുത്ത് ചോദിച്ചു. അതേക്കുന്ന റിക്കി പറയുന്നത് അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും നന്നാക്കി തരാൻ പറ്റത്തില്ല, കാശ് തരാണെങ്കിൽ നന്നാക്കി തരാം. അവരത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റിക്കി കാറിന്റെ പണിയൊക്കെ തീർത്തു. ഈ സമയം കുറച്ച് ആൾക്കാർ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ഇപ്പൊ ടിവിയും ഇന്റർനെറ്റും ഒന്നും വർക്ക് ചെയ്യത്തില്ല, റേഡിയോ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. അതിലിപ്പോ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്. ന്യൂസിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയോ പൊട്ടിത്തെറി കാണുന്നു, ഇനി ഇതെന്താ 3-ാം ലോകമായതും വല്ലതാണോ എന്നിങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത രീതിയിലാണ് ന്യൂസിൽ ഇങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് കൂടെ കുറെ പക്ഷികൾ ഇങ്ങനെ പറന്നു പോവാണ്. 1ഉം 2ഉം അല്ല, 10,000 കണക്കിനുണ്ട്. ഇതൊക്കെ കണ്ട് അവരാണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. കാരണം ഇതുപോലൊരു കാഴ്ച അവർ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ടോം ബാത്റൂമിലേക്ക് ചെന്നു. ഇപ്പൊ നേരത്തെ ആക്സിഡന്റ് പറ്റിയില്ലേ, അതിൽ അയാളുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അയാളിപ്പോ ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ റിബ്സ് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി അയാളിപ്പോ റിക്കിയുടെ അടുത്തേക്ക് എത്തി. റിക്കി കാര്യങ്ങൾ അയാളുടെ അടുത്ത് പറഞ്ഞു. അതായത് അയാളുടെ വണ്ടിയുടെ റേഡിയേറ്ററിന് എന്തോ ഒരു ലീക്ക് ഉണ്ട്. അവളത് സീൽ ചെയ്തു. പക്ഷെ ഇനി എത്ര ദൂരം അതും കൊണ്ട് ഓടാൻ പറ്റും എന്ന കാര്യം അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതേക്കുന്ന ടോം ചോദിക്കുന്നത്, എന്നാ പിന്നെ നിന്റെ ഒരു കാർ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് നീ കൊടുക്കുന്നോ? ഏയ്, ആ കാർ ഞാൻ കൊടുക്കുന്നൊന്നുമില്ല, ഞാനേ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയാണ്, എനിക്ക് ഉടനെ കാലിഫോർണിയയിലേക്ക് പോകണം. എന്നാ പിന്നെ നീ ഞങ്ങളുടെ കൂടെ പോര്, നിനക്ക് ഞാൻ $1000 അങ്ങോട്ട് തരാം. പക്ഷെ അവളതിന് സമ്മതിക്കുന്നില്ല. അതിന് മെയിൻ കാരണം അവർ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു പോലീസ് വണ്ടിയിലാണ്. മാത്രമല്ല ഇവരുടെ ദേഹത്ത് മുറിപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അതാണ് അവൾക്കൊരു പേടി. ആ കാര്യം മനസ്സിലാവുമ്പോൾ ടോം ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ റിക്കിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്, അതിന് നീ ഞങ്ങളുടെ കൂടെ പോരെ. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി നടക്കാൻ പോവുക എന്ന കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റുമ്പോൾ നിനക്കത് ശരിയാക്കി തരുകയും ചെയ്യാം. അങ്ങനെ അയാൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അവൾ അതിന് സമ്മതിച്ചു. പക്ഷെ $2000 അവൾക്ക് കൊടുക്കണം. ടോമും അതിനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെടാൻ തയ്യാറായി. ടോം ഇപ്പോൾ വണ്ടിയുടെ ബാക്കത്തെ ലൈറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുകയാണ്. പുറകിൽ നിന്നൊരു വണ്ടി വരുമ്പോൾ ഇവരെ കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം വേഗം തന്നെ അവർ വണ്ടി എടുത്തു. ഈ സമയം അവൾ ഇവരുടെ കൂടെ പോകുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ സമയം വൈകുന്നേരമായി. നല്ല മഴക്കോളുണ്ട്. അവരിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വയലിലുള്ള ഒരു 4-കൂടിയിലാണ്. ഇനിയിപ്പോൾ നേരെ പോണോ അതോ ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്നൊന്നും വണ്ടി ഓടിക്കുന്ന വില്ലിന് അറിയത്തില്ല. ആ കാര്യം മനസ്സിലാവുമ്പോൾ ഇടത്തോട്ട് എടുത്താൽ മതി എന്നാണ് റിക്കി പറയുന്നത്. അതിനെ തുറന്ന് അവൻ ഇടത്തോട്ട് എടുത്തു. അങ്ങനെ കുറെ മുന്നോട്ട് പോയി. സമയം ഇപ്പൊ രാത്രി. അതിനിടയിലാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവരുടെ വണ്ടിക്ക് പുറകെ മറ്റൊരു വണ്ടി വരുന്നുണ്ട്. അത് കണ്ടതും ടോം പറയുന്നത്, നീ വേഗം വണ്ടിയുടെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് സൈഡിലേക്ക് ഒതുക്കിക്കേ. അത് കേട്ടതും വണ്ടിയുടെ ലൈറ്റൊക്കെ ഓഫാക്കി വില്ലിപ്പോ വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഒതുക്കി. പുറകിലത്തെ വണ്ടി അവിടുന്ന് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇനി നമുക്ക് അതിന്റെ പുറകെ പോവാം എന്നാണ് ടോം പറയുന്നത്. അതിനെ തുറന്ന് വില്ല് വേഗം വണ്ടി അതിന്റെ പുറകിലെടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടോം ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. വില്ലാണ് വണ്ടി ഓടിക്കുന്നത്. ഈ സമയം പുറകിലിരിക്കുന്ന റിക്കി അവന് കുറിക്കാൻ വേണ്ടി ചിപ്സ് കൊടുത്തു. എന്നിട്ട് അവൾ ടോമിനെ വിളിക്കുമ്പോഴാണ് വില്ലൊരു കാര്യം പറയുന്നത്. വേണ്ട ഇപ്പൊ വിളിക്കല്ലേ, കുറച്ച് സമയം കഴിഞ്ഞാൽ പുള്ളിയാണ് വണ്ടി ഓടിക്കേണ്ടത്, അതുകൊണ്ട് പുള്ളി ഉറങ്ങിക്കോട്ടെ. അവൻ അത് പറഞ്ഞു തീരുമ്പോഴാണ് അവന്റെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടി മറ്റൊരു വണ്ടിക്ക് ഇടിക്കുന്നത്. അതിനെ തുറന്ന് 2 വണ്ടികളോട് തെറിച്ചുപോയി. ഇപ്പൊ അനക്കൊന്നും കാണാത്തോണ്ട് അവര് വണ്ടി നിർത്തി വേഗം തന്നെ ആ മറഞ്ഞെടുക്കുന്ന കാറിന്റെ അടുത്തേക്ക് ചെന്നു. ആദ്യത്തെ കാർ അവർ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിലുള്ള മുഴുവൻ ആൾക്കാരും മരിച്ചു. എന്നാൽ രണ്ടാമത്തെ കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരാൾക്ക് ജീവനുണ്ട്. നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നാണ് റിക്കി പറയുന്നത്. എന്നാൽ ടോം സമ്മതിക്കുന്നില്ല. ടോം പറയുന്നത്, ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഹോസ്പിറ്റലിലേക്ക്, അതുവരെ എന്തായാലും ഇയാൾ താങ്ങത്തില്ല, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ടോമും വില്ലും അവരുടെ വണ്ടിക്കടുത്തേക്ക് നടന്നു. എന്നാൽ റിക്കി അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് വേറെ 2-3 ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും റിക്കി ആ മറഞ്ഞടക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് മറിഞ്ഞിരുന്നു. ഈ സമയമാകുമ്പോഴേക്കും ടോമും വില്ലും അവരുടെ വണ്ടിയിലേക്ക് കയറി. ഇപ്പൊ അവരും ആ വന്ന ആൾക്കാരെ കണ്ടു. റിക്കിയെ ഉടനെ രക്ഷിച്ചില്ലെങ്കിൽ അത് അവർക്ക് പണിയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടോം വേഗം മുന്നിലേക്ക് വണ്ടിയെടുത്ത് അവിടെ നിർത്തി. അത് കണ്ടതും റിക്കി ഓടി വന്നിട്ട് അവരുടെ വണ്ടിയിൽ കയറി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരവിടുന്ന് ഓടിച്ചു പോവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവന്മാര്.
അങ്ങനെ കുറെ കൂടെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ വണ്ടി നിർത്തി. പെട്രോൾ തീർന്നു. അവരുടെ വണ്ടിയിൽ ക്യാനിൽ കുറച്ച് പെട്രോൾ ഉണ്ട്. അവരിപ്പോൾ അത് ഫില്ല് ചെയ്യാണ്. ഈ സമയം വില്ല് റിക്കിയുടെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്തിനാണ് കാലിഫോർണിയയിലേക്ക് പോകുന്നത്? ഓ അതോ, അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരു പാട്ടുകാരി ആവണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവൾ അത് പറഞ്ഞ് തീരുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആകാശത്തായിട്ട് കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ടുകൂടുന്നുണ്ട്. എന്നാൽ ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. പേടിപ്പിക്കുന്ന ഒരു കാഴ്ച. പെട്ടെന്നാണ് ഇടിവെട്ടുന്നത്. മാത്രമല്ല മിന്നലും എടുത്തു. അതിനിടയിൽ അവിടുത്തെ ഒരു പോസ്റ്റ് ഒക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ആവുമ്പോൾ ഇനി ഇവിടെ നിന്നാ പണി കിട്ടും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വേഗം വണ്ടിയെടുത്തു. എന്നാൽ വണ്ടിയെടുത്ത് കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അവർക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പാലത്തിന്റെ അടിയിലേക്ക് വണ്ടി നിർത്തി. എന്റെ മഴയൊക്കെ തോർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അവർ വണ്ടി എടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പം ആഷ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം വില്ല് ടോമിന്റെ അടുത്ത് പറയുന്നത്, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം, എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യാം. അയാൾ അത് സമ്മതിച്ചു. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ കുറെ പോലീസുകാരും വേറെ ചില ആൾക്കാരും കൂടെ വണ്ടി തടയാണ്. അതിന് തുറന്ന് ഇവരവിടെ വണ്ടി നിർത്തി. ഇപ്പൊ ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന് പറയുന്നത്, ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വേണ്ട സപ്ലൈസ് ഒന്നും ഈ സിറ്റിയിൽ ഇല്ല എന്നാണ്. അതേക്കുന്ന ബില്ല് പറയുന്നത്, ഞാൻ സപ്ലൈസ് എടുക്കാൻ വേണ്ടി വന്നതല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അത് കേൾക്കുമ്പോൾ അയാൾ അതിന് സമ്മതിച്ചു. പക്ഷെ ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടീമിനെ കൂടെ ആ പോലീസുകാരൻ ഇവരുടെ കൂടെ പറഞ്ഞേക്കാണ്. അങ്ങനെ ആ ടീം മുന്നിലും ഇവർ പുറകിലായിട്ടാണ് പോകുന്നത്. എന്നാൽ കുറെ പോയി ഒരു വളവിലെത്തി കഴിയുമ്പോൾ അവൻ ആ വളവ് തിരിഞ്ഞ് അവിടെയുള്ള വീട്ടിലേക്ക് കയറ്റി. ആ വീട്ടിലേക്ക് അവർ ചെല്ലുമ്പോൾ അവിടെ ഒരു ലേഡിയാണുള്ളത്. ഇവളുടെ പേര് ലിസ. അപ്പൊ അവർ പറഞ്ഞ് സത്യമാണെന്ന് മനസ്സിലാവുമ്പോൾ ഇവരുടെ കൂടെ വന്ന ടീം അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ വില്ലിപ്പ് ലിസയുടെ കൂടെ വീടിനകത്തേക്ക് പോയി. ബാക്കി രണ്ടുപേരും കാറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരവരുടെ കയ്യിലെ ബോട്ടിലെടുത്ത് അടുക്കളയിലേക്ക് ചെന്ന് വെള്ളമൊക്കെ ശേഖരിച്ചു. ഈ സമയം തന്നെ ലിസയാണെങ്കിൽ വില്ലിന് മുമ്പിൽ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ആഡം എന്നാണ് പേര്. അവനിപ്പോൾ സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അവനെങ്ങാനും മരിച്ചു പോയോ എന്നൊരു പേടിയാണ് അവൾക്ക്. ആ കാര്യങ്ങളാണ് അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വില്ല് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അവൻ എന്തായാലും തിരിച്ചു വരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അധിക സമയം വില്ലിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം അവളോട് യാത്രയും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പോഴും അവരുടെ യാത്രയിൽ തന്നെയാണ്. ഈ സമയത്താണ് അങ്ങ് ദൂരെയായിട്ട് അവരൊരു കാഴ്ച കാണുന്നത്. അതൊരു മിലിറ്ററി ബേസ് ആയിരുന്നു. അത് മൊത്തം ഇപ്പൊ തകർന്നു നടക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് അവരൊരു അമ്യൂസ്മെന്റ് പാർക്ക് കണ്ടു. അത് കണ്ടതും നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാതിരിക്കത്തില്ല എന്നാണ് ടോം പറയുന്നത്. അതിന് തുറന്ന് വില്ല് വേഗം വണ്ടി അങ്ങോട്ട് എടുത്തു. അങ്ങനെ അവരവിടെ വണ്ടി എടുത്ത് കഴിയുമ്പോഴാണ് റിക്കി അവിടുത്തെ പൂള് ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവൾ വേഗം ചെന്ന് പൂളിലേക്ക് ചാടി. എന്നാൽ ചാടി അടുത്ത നിമിഷം തന്നെ അവൾ കയറി വരികയും ചെയ്തു. കാരണം നല്ല തിളച്ച വെള്ളമാണ്. അത് കണ്ടതും ബാക്കിയുള്ളവർക്കാണെങ്കിൽ ചിരി അടക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവർ 3 പേരും 3 വഴിക്ക് തിരിഞ്ഞിട്ട് ഓരോന്നൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണം, വെള്ളം, പെട്രോൾ, ഇത് 3ആണ് അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് ടോം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ റിക്കി അവിടുത്തെ പാക്കറ്റിലെ ഫുഡൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ 2 ക്യാനില് പെട്രോളും കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ടോം ചെന്നിട്ട് ആ 2 ക്യാനും എടുത്തു. എന്നാൽ അത് എടുത്തതും എനിക്ക് വല്ലാണ്ട് വേദന എടുക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞിട്ട് വില്ല് അത് അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഈ സമയം റിക്കി ചോദിക്കുന്നത് പുള്ളിക്ക് എന്ത് പറ്റിയതാണെന്നാണ്. ഏയ് അതൊന്നുമില്ല, പുള്ളിയുടെ വാരിയിൽ ഒടിഞ്ഞു, അതിന്റെയാണ് എന്നാണ് വില്ല് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം അവർ പിന്നെ യാത്ര തുടർന്നു. അങ്ങനെ കുറെ പോയി സമയം രാത്രി. ഈ സമയത്താണ് അവരുടെ ആരുടെയോ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. അതിനെ തുടർന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ ടോമിന്റെ ഫോണിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അയാൾ നോക്കുമ്പോൾ അത് സാമിന്റെ മെസ്സേജാണ്, 2 ദിവസം മുമ്പ് അയച്ചത്. അയാൾ ആ വോയിസ് പ്ലേ ചെയ്തു. അതിലവൾ പറയുന്നത്, നോക്കച്ചാ വില്ലിന്റെ അടുത്തൊരു കാര്യം പറയണം. അത്ര മാത്രമേ ആ മെസ്സേജിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ മെസ്സേജ് കേട്ടതിന് ശേഷം ടോം വേഗം അയാളുടെ ഭാര്യ വിളിച്ചു. എന്നാൽ കോള് കണക്ട് ആവുന്നില്ല. അങ്ങനെ അവർ പിന്നെ ആ വണ്ടിയിൽ മുന്നോട്ട് പോവാണ്. ഈ സമയത്താണ് ഒരു കൂട്ടം ആൾക്കാർ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നടന്നു വരുന്നത്. ആ കൂട്ടത്തിൽ കുട്ടികളുണ്ട്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടാണ് അവരതിൽ വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാന്നല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോൾ റോഡിന്റെ 2 സൈഡിലും തീ ഇങ്ങനെ കത്തിപ്പിടിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവരിപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ലേഡി അവരുടെ മുമ്പിൽ കൈ കാണിച്ചു. അത് കണ്ടതും വില്ല് വണ്ടി നിർത്തി. എന്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ 2 ആൾക്കാർ അങ്ങോട്ട് ചാടി വീഴുന്നത്. അവരുടെ കയ്യിൽ തോക്കുണ്ട്. പെട്രോൾ അടിച്ചു മാറ്റാൻ വേണ്ടി ഈ പെണ്ണിനെ വെച്ചിട്ട് അവരൊരു ഡ്രാമ ഇറക്കിയതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വില്ലിന്റെ വണ്ടിയിൽ പെട്രോളൊക്കെ എടുത്തിട്ട് വേഗം വണ്ടി ഓടിച്ചിട്ട് അവിടെ പോയി. ഇതെല്ലാം കാണുമ്പോൾ വില്ലിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നു. അവൻ ആ ലേഡിയോട് പറയുന്നത്, നിങ്ങൾ ഒറ്റയൊരുത്തി കാരണമാണ് ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ലേഡി പേടിച്ചിട്ട് ചെയ്തതാണ്. അതവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരെ എന്നവൻ പറഞ്ഞു. എന്നാൽ ലേഡിയുടെ ഹസ്ബൻഡ് അവളുടെ വണ്ടിക്കകത്തുണ്ട്. ഹസ്ബൻഡ് ഇല്ലാതെ ഞാൻ വരത്തില്ല എന്നാണ് അവള് പറയുന്നത്. എന്നാ പിന്നെ നീ ഇവിടെ നിന്നൊന്നും പറഞ്ഞിട്ട് വില്ല് വേഗം വണ്ടി എടുത്തു. എത്രയും പെട്ടെന്ന് അവന്മാരെ പിടിച്ച് ആ പെട്രോൾ വീണ്ടെടുക്കണം. അതാണ് വില്ലിന്റെ ശ്രമം. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവന്മാരുടെ വണ്ടി അവർ കണ്ടു. പിന്നീട് കാണിക്കുന്നത് ഒരു ചേസിംഗ് ആണ്. അങ്ങനെ ആ ചേസിംഗിനിടയിൽ റിക്കി തോക്കെടുത്തിട്ട് അവന്മാരുടെ കാറിന്റെ ടയറിന് ഷൂട്ട് ചെയ്തു. അതിന് തുറന്ന് ആ കാർ അവിടെ തെറിച്ചുപോയി. അങ്ങനെ കാറ് മറിഞ്ഞു കഴിയുമ്പോൾ അവർ വേഗം ചെന്ന് അതിനകത്തുനിന്നും ആ പെട്രോളിന്റെ ക്യാൻ എടുത്തു.
എന്നിട്ട് അവരവരുടെ വണ്ടിയിലേക്ക് ഓടുമ്പോഴാണ് പെട്ടെന്ന് ആ കാറ് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരവരുടെ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. റിക്കി ഇപ്പം വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ അവൻ വണ്ടി നിർത്തി അവള് കാറിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവൾ വല്ലാണ്ട് കരഞ്ഞുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. കാരണം അവള് കാരണമാണല്ലോ ഇപ്പൊ അവന്മാരൊക്കെ മരിച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങോട്ടും വരുന്നില്ല എന്നാണ് അവള് പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് അവൾ അപ്പുറത്തേക്ക് പോയി. പക്ഷെ അവളെ കൂട്ടാതെ പോകാൻ ഇവർ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം അവൾക്ക് കൊടുക്കാമെന്നും കരുതിയിട്ട് അവർ വണ്ടിയിൽ തന്നെ ഇരുന്നു. അതിന്റെ ഇടയിൽ അവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് അവർ എഴുന്നേക്കുന്നത്. എന്നാൽ വില്ല് നോക്കുമ്പോൾ റിക്കി അവിടെ കാണുന്നില്ല. കാറിലാണെങ്കിൽ അവിടെ സാധനങ്ങളും ഇല്ല. ആ കാര്യം വില്ല് ഇപ്പോൾ ടോമിന്റെ അടുത്ത് പറഞ്ഞു. അതേക്കുമ്പോൾ ടോമിനും ഭയങ്കര സങ്കടമായി. നമ്മൾ ഒരിക്കലും അവളെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു എന്നാണ് ടോം പറയുന്നത്. ഇനിയിപ്പം അവിടെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടോം ഇപ്പോൾ വല്ലാണ്ട് ചുമയ്ക്കാൻ തുടങ്ങി. മാത്രമല്ല അയാൾ ചുമയ്ക്കുമ്പോൾ ചോരയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അയാളത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. ഈ സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് അവർ നേരത്തെ കണ്ട ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ആ മിലിറ്ററിക്കാരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് അവിടെ പാളം തെറ്റി കിടക്കുന്നുണ്ട്. മാത്രമല്ല ചില ഭാഗങ്ങളിൽ തീയും പിടിച്ചിട്ടുണ്ട്. അത് കണ്ടതും അവർ വണ്ടി നിർത്തി. എന്നിട്ട് അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കാൻ വേണ്ടി വില്ല് വേഗം ആ ട്രെയിനിന്റെ അടുത്തേക്ക് വന്നു. അവനങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പെട്രോളിന്റെ ക്യാനുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിൽ 2 എടുത്തിട്ട് അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് പുറത്ത് നിൽക്കുന്ന ടോം വല്ലാണ്ട് ചുമയ്ക്കുന്നത്. അയാൾക്കിപ്പോൾ തീരെ പറ്റുന്നില്ല. വില്ല അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ടോം പറയുന്നത് എന്റെ ലങ്സ് കൊളാപ്സായി, നീ ഒരു നീഡിൽ എന്റെ ലങ്സിലേക്ക് ഇറക്കുന്നതാണ്. അതിനെ തുടർന്ന് അവൻ ആ നീഡിലെടുത്തിട്ട് അയാളുടെ ലങ്സിലേക്ക് ഇറക്കി. അതോടുകൂടെ ഒരു ഗ്യാസ് വെളിയിലേക്ക് പോയി. വില്ലിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അയാൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ വില്ല് കഷ്ടപ്പെട്ട് അയാളെ വണ്ടിയിലേക്ക് കയറ്റി കടത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ പോവാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ ടോം ഇപ്പോൾ വില്ലിനോട് ചോദിക്കുന്നത് അവന്റെ അച്ഛനെ കുറിച്ചാണ്. സാം എന്നോട് പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന്. പുള്ളി ഇപ്പോൾ എവിടെയാണുള്ളത്? അദ്ദേഹത്തിന് വില്ല് പറയുന്നത് നമ്മൾ പോകുന്ന വഴിക്കാണ് പുള്ളി താമസിക്കുന്നത്. പുള്ളിക്ക് ഇപ്പോൾ പുതിയൊരു ഫാമിലിയൊക്കെ ആയി എന്നാണ് അവൻ പറയുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ടോം ഇപ്പോൾ അയാളുടെ അച്ഛനെ കുറിച്ച് പറയാൻ തുടങ്ങി. പുള്ളി നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയതുകൊണ്ടാണ് ഈ ടോം ഇങ്ങനെയായത്. എങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് ടോം പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ അയാളുടെ മകളുടെ കാര്യം സംസാരിക്കാൻ തുടങ്ങി. എനിക്കറിയാം വിൽ, നീ എന്റെ മോളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവളെ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കിയേക്കണം കേട്ടോ. അതിപ്പോ ഇത്രയ്ക്ക് ചോദിക്കാനുണ്ടോ എന്നാണ് വിൽ അതിന് മറുപടി പറയുന്നത്. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്നേ കൊന്നു കളഞ്ഞേനെ എന്നാണ് ടോം അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ വില്ലാണെങ്കിൽ ഒന്ന് ചിരിച്ചു. അങ്ങനെ ആ ചിരിച്ചതിന് ശേഷം അവനിപ്പോൾ അവൾ പ്രഗ്നന്റ് ആയ കാര്യം അയാളുടെ അടുത്ത് പറയാണ്. അതേക്കുമ്പോൾ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അന്ന് നീ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ആ സമയത്ത് സാം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. നീ നല്ലൊരു മനുഷ്യനാണ് വിൽ, നിനക്ക് നല്ലൊരു അച്ഛനാവാൻ സാധിക്കും എന്ന് അയാൾ അവന് വിഷ് ചെയ്യാണ്. അങ്ങനെ സമയം രാത്രി അവരിപ്പം ഒരു ബ്രിഡ്ജിലേക്ക് കയറി. എന്നാൽ ബ്രിഡ്ജിൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരുടെ മുമ്പിലായിട്ട് കുറച്ച് ആൾക്കാർ വന്നു, പിടിച്ചുപറിക്കാർ. അത് കണ്ടതും വില്ല് വണ്ടി നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അവന്മാര് പ്രശ്നക്കാരാണ് എന്ന കാര്യം വില്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനുള്ള കാര്യം പറഞ്ഞു. എന്റെ വണ്ടിയിൽ തീരെ വയ്യാത്ത ഒരാളുണ്ട്, എനിക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതേക്കും അയാൾ പറയുന്നത് അതൊക്കെ ഓക്കെ, പക്ഷെ ആദ്യം നിന്റെ കാർ നീ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കാർ എടുക്കാമെന്നും പറഞ്ഞിട്ട് അവൻ വണ്ടിയിലേക്ക് കയറി. പക്ഷെ കാർ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ വേഗം വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. അവനിപ്പോൾ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് തിരിച്ചു പോകുന്ന കാണുമ്പോൾ 2 ബൈക്കുകാർ അവന്റെ പുറകെ വരാൻ തുടങ്ങി. അങ്ങനെ ബൈക്കിലുള്ള ഒരുത്തൻ അവന്റെ പുറകിലേക്ക് എത്തുമ്പോൾ അവൻ വണ്ടി ബ്രേക്ക് ചെയ്തു. അതോടുകൂടെ ആ ബൈക്കുകാരൻ അവിടെ തെറിച്ചുപോയി. ഈ സമയത്താണ് മറ്റേ ബൈക്കുകാരൻ അവന്റെ വണ്ടിയുടെ സൈഡിൽ വരുന്നത്. അത് കാണുമ്പോൾ അവൻ വണ്ടി ഒന്ന് തെറ്റിച്ചു. അതോടുകൂടെ ആ ബൈക്കുകാരന് തെറിച്ചുപോയി. അങ്ങനെ അവൻ വേഗം മുന്നോട്ട് പോവാണ്. എന്നാൽ ഈ സമയത്താണ് വേറൊരു വണ്ടി അവന്റെ മുന്നിൽ നിന്ന് വരുന്നത്. അത് കണ്ടതും അവൻ പെട്ടെന്ന് വണ്ടി തിരിച്ചിട്ട് മറ്റേ സൈഡിലേക്ക് പോവാണ്. എന്നാൽ ഈ സമയം ആ സൈഡിൽ നിന്നും വണ്ടി വന്നു. ഇപ്പൊ 2 ഭാഗവും ബ്ലോക്കാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു ഐഡിയ ഇല്ല. എന്നാൽ ഈ സമയം ടോം അയാളുടെ തോക്കെടുത്തു. എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തരാനാണ് അയാൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അതിന് തുടർന്ന് വില്ല് നൈസായിട്ട് വണ്ടി ഇടത്തോട്ടൊന്ന് തിരിച്ചു. ഈ ഒരു അവസരത്തിൽ ടോം ആ മുന്നിലത്തെ വണ്ടിക്കാരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അത് സൈഡിലേക്കായിട്ട് പൊട്ടിത്തെറിച്ചു. ഈ ഒരു അവസരത്തിൽ അവരവിടെ ഓടിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു. വില്ല് ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. എന്നാൽ ആ സന്തോഷം അധികം നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ടോം അവിടെ മരിച്ചു കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവൻ ഇപ്പോഴും ആ വണ്ടിയായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നത്. അത് നോക്കുമ്പോൾ അതിന്റെ എഞ്ചിൻ കേടായിട്ടുണ്ട്. ഇനിയിപ്പം ആ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ടോമിന്റെ ശരീരമാണെങ്കിൽ ആ വണ്ടിക്കകത്ത് ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ പെട്രോൾ ഒഴിച്ചിട്ട് ടോമിനെ അടക്കം ആ വണ്ടി മൊത്തത്തിൽ അങ്ങോട്ട് കത്തിച്ച് കളയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി വില്ലിപ്പോൾ അവന്റെ ബാഗ് എടുത്തിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ഒരു ബൈക്ക് അതിനെ പാസ് ചെയ്തു. എന്നാൽ അവനെ കണ്ടിട്ടും ആ ബൈക്കുകാരൻ നിർത്തി കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നെയും നടന്ന് മെയിൻ റോഡിലേക്ക് എത്തുമ്പോഴാണ് ഒരു വണ്ടി വരുന്ന കാണുമ്പോൾ അവൻ കൈ കാണിക്കുന്നത്. അവന്റെ ഭാഗ്യത്തിന് ആ വണ്ടി നിർത്തുകയും ചെയ്തു. ആ വണ്ടിക്കകത്തുണ്ടായിരുന്നത് ഒരു ഫാമിലിയാണ്. ഒരാളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. പക്ഷെ അയാളത് അയാളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്താണ്. അങ്ങനെ അയാൾ വില്ലിന്റെ അടുത്ത് കാര്യം ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വില്ല് പറയുന്നത് ഞാൻ കിഴക്കോട്ടാണെന്നാണ്.
അതേക്കുമ്പോൾ ഞങ്ങൾ വടക്കോട്ടാണ് പോകുന്നത്, വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വരാം, പോകുന്നിടത്തോളം പോകാലോ, പക്ഷെ വണ്ടി കയറുന്നതിന് മുമ്പ് നിന്റെ അരയിലുള്ള തോക്ക് നീ എനിക്ക് തരണം എന്നാണ് അയാൾ പറയുന്നത്. അവനാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തോക്ക് മേടിച്ചിട്ട് അയാൾ അവനെ വണ്ടിയിലേക്ക് കയറ്റി. ഈ സമയം നോക്കുമ്പോൾ അയാളുടെ ഭാര്യ ഒരു കുട്ടിയാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. പോകുന്ന വഴിക്ക് അയാൾ വണ്ടിയിൽ റേഡിയോ ഓണാക്കി എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ ഒരു മെസ്സേജും ഇല്ല. ഈ സമയം വില്ല അയാളോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? അതെന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, വായുവിൽ എന്തോ പ്രോബ്ലം ആണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ വില്ല അടുത്തായിട്ട് ചോദിക്കുന്നത്, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ? ഏയ് അല്ല, ഇത് തുടങ്ങിയിട്ട് 5 ദിവസമായി എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ വില്ലിപ്പം അയാൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു. അതിന് തുറന്ന് അവർ നേരെ എത്തിച്ചേരുന്നത് ഒരു വീട്ടിലാണ്. ഈ വീട്ടിലാണ് വില്ലിന്റെ അച്ഛൻ താമസിക്കുന്നത്. എന്നാൽ ബെല്ലടിച്ചിട്ടും വാതിലും മുട്ടിയിട്ടൊന്നും ആരും തുറക്കുന്നില്ല. എന്നാൽ ചാവി ആ ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ടാവും എന്ന കാര്യം അവനറിയാം. അങ്ങനെ അവൻ വേഗം തന്നെ വാതിൽ ഉറന്നിട്ട് അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോവാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞു. വില്ല അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു കുലുക്കം ഉണ്ടാവുന്നത്. അതിൽ തുറന്ന് അവൻ എഴുന്നേറ്റു. എന്നിട്ട് അവൻ നേരെ കിച്ചണിലേക്ക് ചെന്നു. ഈ സമയത്താണ് ഭാര്യയും മകളെ ഉറക്കിയിട്ട് അയാൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അയാളിപ്പം അവർക്കൊരു ഷെൽട്ടർ കൊടുത്തതിന് അവൻ്റെ അടുത്തൊരു നന്ദിയും പറഞ്ഞു. എന്നാൽ ഈ സമയം വില്ല് പറയുന്നത്, നിങ്ങൾ ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരു 5 ദിവസം സുഖമായിട്ട് ഇവിടെ താമസിക്കാം. പക്ഷെ എനിക്കത് പറ്റത്തില്ല, എനിക്ക് ഉടനെ തന്നെ പോകണം. അതിന് നിങ്ങളുടെ വണ്ടി എനിക്ക് തരണം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇവിടെയുണ്ട്, ഒരു കാറ്. പക്ഷെ അതിൽ പെട്രോൾ ഉണ്ടാവത്തില്ല. നിങ്ങളത് പുറത്തേക്ക് ഇറങ്ങി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊഴിക്കാനുള്ള പെട്രോളും നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഉപകാരത്തിന് ഈ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് തിരിച്ചു ചെയ്തു തരണം എന്നാണ് അവൻ പറയുന്നത്. അത് സമ്മതിക്കാന്നല്ലാതെ അയാളുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ അയാളോട് യാത്ര പറഞ്ഞിട്ട് അവൻ അയാളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ സഞ്ചരിച്ച് കഴിയുമ്പോൾ അവനൊരു കടൽ തീരത്തേക്ക് എത്തി. ഉടനെ തന്നെ വണ്ടി നിർത്തി അവൻ അവിടെ ഇറങ്ങി അവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം നോക്കുമ്പോൾ ആകാശത്തായിട്ട് പുക വരുന്നൊക്കെ കാണാം. അതിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവൻ വീണ്ടും അവന്റെ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറെ കൂടെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവനിപ്പോൾ ഒരു പാലത്തിന്റെ മുകളിലേക്ക് എത്തി. ഈ സമയം വായുവിലായിട്ട് ആഷസ് പറക്കുന്നുണ്ട്, ഈ അഗ്നിപർവ്വതം പൊട്ടിയതിന്റെ ചാരം. അവനിപ്പോൾ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ നിറയെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. എല്ലാം ആ ചാരത്തിൽ മൂടിയിട്ടുമുണ്ട്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവന് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ വേഗം തന്നെ അവിടെയുള്ള ഒരു ഫയർഫോഴ്സ് വണ്ടിക്കുള്ളിലേക്ക് കയറി. അതിനകത്തൊരു മാസ്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇട്ടുകൊണ്ടാണ് അവൻ അതിൽ നടക്കുന്നത്. ഈ സമയം അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ അവൻ ചെക്ക് ചെയ്തു. അതിനകത്തുള്ള ആൾക്കാരൊക്കെ അവിടെ മരിച്ചു കിടക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിയാറ്റിൽ സിറ്റി കാണാൻ പറ്റും. അതിന്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും അവിടെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തായിട്ട് അവൻ വണ്ടിയിൽ കയറി സാം താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ഇറങ്ങി അവൻ അതിൽ നടക്കാൻ തുടങ്ങി. എങ്ങും തകർന്നു കിടക്കുന്ന വാഹനങ്ങളും കെട്ടിടങ്ങളും മാത്രമേ ഉള്ളൂ. എല്ലാം ചാരത്തിൽ മൂടിക്കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് അവൻ നടക്കുന്നത്. അങ്ങനെ കുറെ നടന്ന് അവൻ ആ ഫ്ളാറ്റിന് മുമ്പിലേക്ക് എത്തി. പക്ഷെ അതും പൊളിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അതിലെ കോണി വഴി നേരെ മുകളിലേക്ക് കയറി. എന്നിട്ട് അവനിപ്പം അവൻ താമസിക്കുന്ന റൂമിലേക്ക് എത്തി. അവിടെയും മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി മുഴുവനായിട്ടും കാണാൻ പറ്റും. ഒന്നും തന്നെ ഇനി അവിടെ ബാക്കിയില്ല. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് റൂമിന്റെ വാതിലായിട്ട് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് സാമിന്റെ ഒരു മെസ്സേജ് ആയിരുന്നു. അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇപ്പൊ എവിടെയാണ് അവൾ ഉള്ളത് എന്നാണ് അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കണ്ടതും അവൻ വേഗം തന്നെ വണ്ടിയെടുത്ത് ആ സ്ഥലത്തേക്ക് പോവാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം വില്ലിപ്പ് ആ വീട്ടിലേക്ക് എത്തി. അവനങ്ങോട്ട് കയറി വരുമ്പോൾ അതിനകത്ത് ഒരാള് ഒരു തോക്ക് എടുത്തിട്ട് അവന്റെ മുമ്പിലേക്ക് വന്നു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഈ സമയത്താണ് സാം വെളിയിലേക്ക് ഓടി വരുന്നത്. അവൾ ചെന്ന ഉടനെ തന്നെ വില്ലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടതും മറ്റവൻ തോക്ക് മാറ്റി. ഇവന്റെ പേര് ജെറേമി. ഇവളുടെ ഒരു അയൽവാസിയായിരുന്നു അവൻ. ഇപ്പൊ ഇവനാണ് ഇവക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും വിചാരിച്ചത് വില്ല് മരിച്ചു എന്നാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവനെ കാണുമ്പോൾ അവർക്ക് സമാധാനമാവുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി അവർ രണ്ടുപേരും അവരുടെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയം വില്ലാണെങ്കിൽ ഇതുവരെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും അവളുടെ അടുത്ത് പറഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അവൾക്കും ഭയങ്കര സങ്കടമായി. എന്നാൽ വില്ലാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവളോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വില്ല് നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്നാണ് ഒരു കുലുക്കം വരുന്നത്. അതിന് തുറന്ന് അവൻ എഴുന്നേറ്റു. എന്നാൽ ഇപ്പൊ അവൻ നോക്കുമ്പോൾ സാമിനോടെ കാണുന്നില്ല. സാമിനെ അന്വേഷിച്ചിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തായിട്ട് ആ അറോറ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അതിനിടയിലാണ് കാട്ടിൽ ചെറിയൊരു തീ അവൻ കാണുന്നത്. അതിനെ തുറന്ന് അവൻ ആ തീയുടെ അടുത്തേക്ക് വന്നു. അത് ജെറേമി സാമോ ആയിരുന്നു. ജെറേമി രണ്ടെണ്ണം അടിച്ച് അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വില്ല് അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ ആ സംസാരിക്കുന്നതിനിടയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എന്താ സംഭവിച്ചത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. വെറും 15 മിനിറ്റ് എടുത്തുള്ളൂ. അതിനുള്ളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, സുനാമി അടിച്ചു, അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. ഇപ്പൊ ജെറേമി പറയുന്നത് ഇതൊക്കെ ഒരു സിമുലേഷൻ ആണെന്നാണ്. അതായത് ആരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണ്. അതേക്കുമ്പോൾ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? താൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വല്ലതും കണ്ടോ? ഞാൻ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ താൻ കണ്ടിരുന്നെങ്കിൽ ഇതുപോലൊന്നും നീ സംസാരിക്കത്തില്ലായിരുന്നു. ഇത്രയും വലിയൊരു ദുരന്തം ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെയാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്? അവൻ ആ ചോദ്യം കേൾക്കുമ്പോൾ ജെറേമി പറയുന്നത് പറ്റും, ഭൂമിക്കടിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും എന്നാണ് ജെറേമി പറയുന്നത്. അതേക്കുന്ന് വില്ലിന് ദേഷ്യം വന്നു. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു.
ഈ സമയത്താണ് അവന്റെ അരയിലിരിക്കുന്ന തോക്ക് ജെറേമി ശ്രദ്ധിക്കുന്നത്. അത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജെറേമി ആ തോക്ക് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് ജസ്റ്റ് അത് ചെക്ക് ചെയ്തതിനു ശേഷം അത് അവന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ സംസാരത്തിന് ശേഷം അവരവിടുന്ന് പിരിയാണ്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും വില്ല് ചിന്തിക്കുന്നത് ജെറേമി പറഞ്ഞ കാര്യമാണ്. അവൻ പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം ഒരു സിമുലേഷൻ ആണെന്ന്? അതേക്ക് അവള് പറയുന്നത്, ഇത് സിമുലേഷൻ ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ മകനെക്കുറിച്ചും മാത്രമാണ് എന്നാണ് സാം പറയുന്നത്. അങ്ങനെ നേരം വെളുത്തു. വില്ലിപ്പോ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ജെറേമി അവന്റെ കാറിന്റെ അടുത്ത് നിൽക്കുകയാണ്. അവൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് കണ്ടതും വില്ല് വേഗം അവന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം വായുവിലായിട്ട് ആ ആഷസ് ഇങ്ങനെ പറക്കുന്നുണ്ട്. അതൊന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം വില്ല് പറയുന്നത്, നീ ഈ ആഷസ് കണ്ടില്ലേ, ഇതും ആ സിമുലേഷന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ, ഓ നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? അത് ഞാൻ ഇന്നലെ വെള്ളപ്പുറത്ത് പറഞ്ഞല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ആർക്കറിയാം എന്നാണ് ജെറേമി പറയുന്നത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അല്ല, എന്റെ വണ്ടിക്കകത്ത് എന്താ നിനക്ക് പരിപാടി? ഓ അതോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പം 2 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ കാട്ടിലേക്ക് ഓടി. നീ വന്നേ, നമുക്ക് പോയിട്ട് അവരെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ജെറേമി അവനെയും കൊണ്ട് നേരെ കാട്ടിലേക്ക് പോയി. ഈ സമയത്താണ് 2-3 മാനുകൾ അതിലോടി പോകുന്നത്. അത് കണ്ടതും ജെറേമി അവന്റെ തോക്കെടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തോക്കെടുത്തത് മറ്റൊരു കാര്യത്തിലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെറേമിക്ക് സാമിനോടൊരു ഇഷ്ടം. വില്ല് മരിച്ചുപോയി എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. എന്നപ്പോൾ വില്ല് തിരിച്ചു വന്നപ്പം സാമിന്റെ കാര്യത്തിലുള്ള അവന്റെ പ്രതീക്ഷ തെറ്റി. അതോടെ നൈസായിട്ട് അവന്റെ പണി തീർക്കാനാണ് ജെറേമി ഇപ്പം അവനെ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ജെറേമി തോക്കെടുത്തപ്പോൾ തന്നെ വില്ലിന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, നീ അരുതാത്ത പണിക്ക് നിൽക്കരുതെന്നാണ്. അതേക്കുമ്പോൾ ഇത് അരുതാത്ത പണിയൊന്നും അല്ല വിൽ, അവളെ രക്ഷിച്ച് ഞാനല്ലേ, ഇനി അവൾ എന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ തോക്കെടുത്ത് വില്ലിന് നേർക്ക് തിരിയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ വില്ല് അവന്റെ തോക്കെടുത്തിട്ട് ജെറേമിയെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഒറ്റ ഷോട്ടിൽ തന്നെ അവൻ മരിച്ചു പോകുന്നു. എന്നാൽ അവൻ മരിച്ചു കഴിയുമ്പോഴാണ് ആകാശത്തേക്ക് ഇങ്ങനെ കൂടുതൽ പുക വരുന്നത്. അത് പണിയാണ് എന്ന കാര്യം വില്ലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം വീട്ടിലേക്ക് ഓടി. എന്നിട്ട് സാമിനെയും കൂട്ടി പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടി എടുത്തിട്ട് പോവാണ്. എന്നാൽ അവർ റോട്ടിലേക്ക് എത്തുമ്പോൾ ആ അഗ്നിപർവ്വതം പൊട്ടി അതിന്റെ ലാവയും പുകയും എല്ലാം ഇങ്ങനെ വളരെ വേഗത്തിൽ അവരുടെ പുറകെ വരുന്നുണ്ട്. സാം ആണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ടാവുന്ന സ്പീഡിൽ ആ വണ്ടി മുന്നോട്ട് ഓടിച്ചു. അങ്ങനെ ആ തീ അവരെ ടച്ച് ചെയ്യുമ്പോഴേക്കും അവർ വണ്ടി ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ഇനിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.